വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് പൊട്ടാറ്റോ വെച്ചിട്ട് സ്പൈറൽ പൊട്ടാറ്റോസ് അല്ലെങ്കിൽ ട്വിസ്റ്റർ പൊട്ടാറ്റോസ് അല്ലെങ്കിൽ ടോർണേഡോ പൊട്ടാറ്റോസ് എന്നൊക്കെ ഇതിനെ പറയും. ഇത് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ട്വിസ്റ്റർ പൊട്ടാറ്റോസ് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ മലേഷ്യയിൽ പോയി. അങ്ങനെ മലേഷ്യയിലെ കാഴ്ചകളും അവിടുത്തെ ഒരു ചൈന ടൗൺ വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ രാത്രി ചൈന ടൗണിൽ കൂടി നടക്കുമ്പോൾ അവിടെ പല സ്നാക്സും ഐറ്റംസും പലതും ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയത് നടക്കണ വഴിയിൽ. അപ്പോഴാണ് ട്വിസ്റ്റർ പൊട്ടാറ്റോസ് കണ്ടത്. പണ്ടും ഇവിടെ സിംഗപ്പൂർ വെച്ച് കണ്ടിട്ടുണ്ട്, അന്ന് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്ന് കണ്ടപ്പോഴൊന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ ഈ ട്വിസ്റ്റർ പൊട്ടാറ്റോസ് ഉണ്ടാക്കാൻ അവർക്കൊരു സ്പെഷ്യൽ മെഷീനുണ്ട്. അത് നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല സിമ്പിളായിട്ട് ഇതുപോലെ സ്ക്യൂവേഴ്സിൽ ഈ പൊട്ടാറ്റോ കോർത്തിട്ട് ഇതുപോലത്തെ ഈ മെഷീനിൽ ഇങ്ങനെ പിരിച്ച് കയറ്റുമ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ സ്പൈറലായിട്ട് കിട്ടും. എന്നിട്ട് അത് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഇഷ്ടമുള്ള പോലെ ഫ്ലേവർ ചെയ്യാം. നല്ല ക്രിസ്പി. ഈ സ്പൈറലായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് പൊട്ടാറ്റോ ചിപ്സ് പോലെ തന്നെ, പക്ഷേ ആ സ്പൈറൽ എഫക്റ്റ്, ആ സ്ക്യൂവറിൽ സ്പൈറൽ എഫക്റ്റ് വരുമ്പോൾ അതിനൊരു രസം. ഇങ്ങനത്തെ നൈറ്റ് മാർക്കറ്റ്സിലൊക്കെ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല ചിലവാണല്ലോ. പ്രത്യേകിച്ചും കുറച്ച് തണുപ്പുള്ള നൈറ്റൊക്കെ ആണെങ്കിൽ ഈ ഫ്രൈഡ് പൊട്ടാറ്റോസിന് നല്ല ചിലവാണ്. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ക്രിസ്പി ആയിരുന്നു. ഞങ്ങൾ കഴിച്ചത് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ആ ഫ്ലേവറായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെയും അവിടെ ഒരു കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട്, പോപ്പുലറായിട്ട് ഒന്നും പറയുന്ന ഫ്ലേവേഴ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. ചൂടോടുകൂടി മേടിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ട്വിസ്റ്റർ പൊട്ടാറ്റോസ്. ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓർക്കണ്ടാവോ ട്വിസ്റ്റർ പൊട്ടാറ്റോ എന്നും പറഞ്ഞിട്ട് നൈറ്റ് മാർക്കറ്റിലത്തെ വീഡിയോ ആണല്ലോ പിടിച്ചേക്കണേന്നൊന്നും ഓർക്കണ്ട. ഞാൻ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഒറിജിനൽ സോൾട്ട് ഫ്ലേവർ ചീസ് പൗഡർ അതിനൊരു തംസ് അപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് പെപ്പർ ഫ്ലേവർ, പിന്നെ ബാർബിക്യൂ ഫ്ലേവർ അതിനും തംസ് അപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഫേവറേറ്റ്, അവരുടെ ഫേവറേറ്റ് എന്ന് തോന്നുന്നു. പിന്നെ മയോണൈസും ചില്ലി പൗഡറും ഉള്ളതാണ് നമ്മൾ കഴിച്ചത്. മലേഷ്യയിൽ ഞങ്ങൾ മലാക്ക വിസിറ്റ് ചെയ്യാനാണ് പോയത്. ഒരു രണ്ട് രാത്രി അവിടെ നിന്നു. ഒന്ന് റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പോയതാണ്. അപ്പോൾ അവിടുത്തെ ചൈന ടൗണിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിംഗപ്പൂരും ഉണ്ട് ഒരു ചൈന ടൗൺ. മലേഷ്യയിലത്തെ ചൈന ടൗൺ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അവിടുത്തെ ഐറ്റംസ് കുറച്ച് ഇവിടെ കാണുന്നേക്കാളും കുറച്ചൊരു ഡിഫറൻസ് ആയിട്ട് തോന്നി. ബേസിക്കലി ഒക്കെ സെയിം ആണെങ്കിലും കുറേ നൈറ്റ് മാർക്കറ്റിൽ ഫുഡ്സ് ഉണ്ട്. കുറേയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതൊന്നുമല്ല. നമുക്ക് പറ്റിയത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറച്ചിങ്ങനെ ഗിഫ്റ്റ്സൊക്കെ മേടിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ചൈന ടൗൺ. ചെറിയ നിക്നാക്സ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് മേടിക്കാൻ പറ്റും. പിന്നെ ഒരു ഷോപ്പിൽ ഈ ക്യാമറയ്ക്ക് പറ്റിയ ലൈറ്റിംഗ്, ട്രൈപോഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ചീപ്പായിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി എൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലാക്ക ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് മിസ് ചെയ്യണ്ട, ഉടനെ തന്നെ ഇടാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം വീട്ടിലെങ്ങനെയാണ് ഈ ട്വിസ്റ്റർ പൊട്ടാറ്റോസ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പൊട്ടാറ്റോസ് പീൽ ചെയ്തിട്ട് ഒരു ബൗൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് കളർ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പീൽ ചെയ്യണമെന്നും ഇല്ല ശരിക്കും. പൊട്ടാറ്റോസ് സ്കിന്ന് ഉള്ളതും നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ഇനി വേണ്ടത് 2 കട്ടിംഗ് ബോർഡ് വേണം. താഴെ ഒരു കട്ടിംഗ് ബോർഡ്, പിന്നെ മുകളിൽ ഒരു കട്ടിംഗ് ബോർഡ് ഇതുപോലെ വേണം. കട്ടി കണ്ടില്ല, ഇതിന് തിക്നെസ് ആണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും തിക്നെസ് വേണം. ഒരു ഫിംഗർ നെയിലിൻ്റെ അത്രയും തിക്നെസ് ഉള്ള സെക്കൻഡ് ബോർഡ് മുകളിൽ വെച്ചിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ മുകളിൽ വെച്ചിരിക്കുന്ന ബോർഡിനെ മുട്ടിച്ചിട്ട് വേണം പൊട്ടാറ്റോ വെക്കാൻ. എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ സ്ലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടാറ്റോൻ്റെ അടിഭാഗത്തേക്ക് വെട്ടിക്കൊള്ളരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ മുകളിലത്തെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യണത്. നമ്മുടെ നൈഫ് അതിമേലേ മുട്ടാവും. അപ്പോൾ ഒരു ആംഗിളിൽ വെച്ചിട്ട് മോൾ ഭാഗം മാത്രം മുറിയുന്ന രീതിയിൽ അങ്ങനെ വെട്ടിയിടണം. അപ്പോൾ പൊട്ടാറ്റോ ഇതുപോലെ പറ്റണം അത്രയും തിന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്യുക. ആ കട്ടിംഗ് ബോർഡ് നമുക്ക് ഒരു ബേസായിട്ടാണ് യൂസ് ചെയ്യുന്നത്, മുകളിലുള്ള കട്ടിംഗ് ബോർഡ്. അതുമെങ്കിൽ ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് അങ്ങേയറ്റം വരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ അറ്റം വരെ ഒന്ന് സ്ലൈസ് ചെയ്ത് ഇനി നമുക്കിത് തിരിച്ച് വെക്കാം. പിന്നെയും കട്ടിംഗ് ബോർഡിന് മുട്ടിച്ച് വെക്കാം. അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ വെട്ടിയത്. ഇനി ഒരു ചെറിയ ആംഗിൾ ഒന്ന് ചെരിച്ച് കത്തി, എന്നിട്ട് അതേപോലെ തന്നെ തിൻ സ്ലൈസസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യണം. പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഇത് പൊട്ടാറ്റോയുടെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്യണില്ല. ആ അടിഭാഗത്തേക്ക് വെട്ടുകൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സെക്കൻഡ് കട്ടിംഗ് ബോർഡ് വെക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞപ്പോൾ ഒന്ന് പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ ഒരു സ്പ്രിങ് പോലെ, അല്ലെങ്കിൽ ഒരു കുട്ടികൾ കളിക്കേണ്ട ഒരു ടോയ് ഉണ്ടല്ലോ സ്ലിങ്കി എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ കുട്ടികൾ പണ്ടൊക്കെ കളിക്കുമായിരുന്നു, ഇപ്പോൾ ഒന്നും കാണാറില്ല സാധനം, അതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് ഇത് നമുക്കിനി ഒരു സ്ക്യൂറിൽ കൂടി ഒന്ന് കോർത്ത് കൊടുത്താൽ ഫ്രൈ ചെയ്യാൻ പറ്റും. ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം കളയാൻ അത് മറക്കരുത്. എന്നിട്ട് ഈ കട്ടിംഗ് ബോർഡിലേക്ക് നീക്കി കൊടുക്കുക. അതുമേലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ കണ്ടില്ലേ, കത്തിയുടെ അടിഭാഗം കണ്ടില്ലേ, മുട്ടനില്ല താഴത്തെ കട്ടിംഗ് ബോർഡിൽ, അത് മുട്ടരുത്. മുകളിലത്തെ കട്ടിംഗ് ബോർഡിൻ്റെ ലെവലിലേ മുറിക്കാവൂ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോവിൻ്റെ അടിഭാഗത്ത് ഒട്ടും കൊള്ളണില്ല. ഇത് ശ്രദ്ധിക്കണം. ഈ ഭാഗം തെറ്റിച്ച് പോയാൽ പിന്നെ കട്ടായി പോകും, സ്ലൈസസ് ആയി പോവുള്ളൂ. അല്ലാണ്ട് ഒരു പീസായിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ കിട്ടൂല. അപ്പോൾ തിരിച്ച് വെച്ചതിന് ശേഷം ആംഗിൾ ഒന്ന് ചെരിച്ച് കൊടുത്ത്, കത്തി ഒന്ന് ചെരിച്ച് കൊടുത്ത്, എന്നിട്ട് അതേപോലെ തന്നെ പിന്നെയും തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു 2 എണ്ണം ചിലപ്പോൾ ശരിയാവില്ലായിരിക്കും, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ സിമ്പിളാണ് കേട്ടോ. എനിക്ക് ആദ്യത്തെ ഒരു 2 പൊട്ടാറ്റോൻ്റെ വേസ്റ്റായി പോയി ഞാനിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ. പക്ഷെ പിന്നെ എല്ലാം ഇതുപോലെ കറക്റ്റിന് ചെയ്തപ്പോഴൊക്കെ ശരിയായി. അതുപോലെ വെള്ളം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കളഞ്ഞിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ലിപ്പറി ആണ് ഈ പൊട്ടാറ്റോ. അപ്പോൾ കണ്ടില്ലേ, ഒറ്റ പീസായിട്ട് ഇങ്ങനെ ഡോയിങ് എന്ന് കളിക്കാം. കണ്ടില്ലേ, നല്ല സ്പ്രിങ് പോലെ ഇങ്ങനെ ഒട്ടും വിട്ടു പോയിട്ടില്ല. നമുക്ക് നല്ല സ്പൈറൽ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. മെഷീൻ വെച്ചുണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഷേപ്പ്, എന്നാലും ആ സെയിം എഫക്റ്റാണ് കിട്ടുന്നത്. ഇത് ഒരു സ്ക്യൂറിൽ കോർത്ത് കൊടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. കുറച്ച് നേരം അത് വെച്ച് കളിക്കാം, എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരെണ്ണം കൂടി കാണിക്കാം വേഗം. അപ്പോൾ ആദ്യത്തെ കട്ടിങ് സ്ട്രെയിറ്റ് വെച്ചിട്ടാണ്, തിരിച്ചതിന് ശേഷം കട്ടിങ് ചെരിച്ച് വെച്ചിട്ടാണ്. കുറച്ചൊരു ചെറുതായിട്ടൊരു ചെരിവ്, അല്ലാണ്ട് ഒരുപാട് സ്ലാൻറ്റിങ് അല്ല. അപ്പോൾ റെഡിയായി നമ്മുടെ ട്വിസ്റ്റ് പൊട്ടാറ്റോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ? ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വേറൊരു മെത്തഡും കൂടി ട്രൈ ചെയ്ത്, ഇതുപോലെ സ്ക്യൂറിൽ വെച്ചതിന് ശേഷം കോർത്തതിന് ശേഷം പൊട്ടാറ്റോ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് സ്പൈറൽ പോലെ അറ്റം വരെയും കട്ട് ചെയ്ത്. അത് വീഡിയോ നേരെ ചൊവ്വ ആയിട്ടില്ല വീഡിയോ, എന്നാലും ആ മെത്തഡ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയത്. നല്ല കൂടുതൽ എഫേർട്ട് എടുക്കണം, കൂടുതൽ തിന്നാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആദ്യം കാണിച്ച മെത്തഡ് തന്നെ ആയിരിക്കും നല്ലത്. കണ്ട, ശരിയല്ല. അപ്പോൾ ഇത് വേണ്ട, ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്കിത് സ്ക്യൂറിലിട്ട് നമുക്ക് കോർക്കണ്ടേ, നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇത് വേഗം ഫ്രൈ ചെയ്യാൻ നോക്കണം. ഇത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ, കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ കോർക്കാൻ നേരത്ത് ഒന്നും കൂടി പേപ്പർ വെച്ചിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞു. ഇനി സ്ക്യൂർ ഇതിലേക്ക് കൂടി കയറ്റാം. അപ്പോൾ ഞാൻ വുഡൻ ബാംബൂ സ്ക്യൂവേഴ്സാണ് കയറ്റുന്നത്, വിരലിൽ കുത്താണ്ട് ശ്രദ്ധിക്കാൻ. ബാംബൂ സ്ക്യൂവേഴ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം നമ്മൾ ഓയിലിലിട്ട് ഫ്രൈ ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ ഇതുപോലെ മെറ്റൽ സ്ക്യൂവർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം.
എന്നിട്ട് സ്ക്യൂവറിൽ കോർത്തതിന് ശേഷം അതൊന്ന് പതുക്കെ സ്ട്രെച്ച് ചെയ്ത് രണ്ടറ്റത്തും വലിച്ച് ഇതുപോലെ വിടിച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ല ഫ്രൈ ആയി കിട്ടുമ്പോൾ ക്രിസ്പി ആയി വരുന്നത് ഓരോ സ്ലൈസ്. നല്ല ചൂടായ എണ്ണയിൽ ഒരു വൈഡ് ആയിട്ടുള്ള വല്ല പാനിലാണെങ്കിൽ എളുപ്പമാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പ് ആവണ വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതും തിരിച്ചും മറിച്ചും എല്ലാ സൈഡും ഒരേപോലെ ബ്രൗൺ ആവണ രീതിയിൽ നോക്കാം. എണ്ണ നല്ല ചൂടായിരിക്കണം, പക്ഷേ ഇടണ നേരത്തെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആദ്യം തന്നെ പൊട്ടിയിട്ട് പെട്ടെന്ന് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓരോ പീസ് എടുത്ത് ഇങ്ങനെ കഴിക്കാം നല്ല ക്രിസ്പി ആയിട്ട്. ഫ്രൈ ചെയ്ത ഉടനെ കുറച്ച് നേരം ഒന്ന് പേപ്പറിൽ വെക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ക്രിസ്പ് കൂടിയിൽ വരും. അപ്പം നമുക്കതിൽ ഉപ്പും മുളകും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ബാർബിക്യൂ ഫ്ലേവർ, മയണൈസ് ഇടുന്നവരുണ്ട്, ചീസ് ഇടുന്നവരുണ്ട്, ബ്ലാക്ക് പെപ്പർ സോൾട്ട് അല്ലെങ്കിൽ പ്ലെയിൻ സോൾട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് മുളക് പൊടിയും ഉപ്പും ഇട്ടതായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട്, ഒരാൾ സ്കൂൾ കഴിഞ്ഞ് ഇപ്പോൾ വരും, അപ്പോൾ സർപ്രൈസ് ചെയ്യാമെന്ന് കരുതി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാണ്. നിങ്ങൾക്കും മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അമ്മമാരോട് പറയത് ഉണ്ടാക്കി തരാൻ. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഈ മെത്തേഡ് ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.